പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും തട്ടി മാറ്റി പോകരുത് കേട്ടോ. അഭിപ്രായങ്ങൾ പറയണം, അതാണ് നമ്മൾക്ക് നിർബന്ധം. ഈ ഫോട്ടോയിൽ കാണുന്ന രണ്ട് വ്യക്തികളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ എല്ലാവർക്കും അറിയും. ഏറ്റവും കൂടുതൽ അറിയുന്നതാണ് സ്ത്രീകൾക്ക് കൂടുതലായിട്ട് അറിയും. കാരണം വെച്ചാൽ ഇപ്പോൾ ഓൺലൈനിൽ ഉള്ള ഒരു ഇതല്ലേ. ചില ആളുകൾ അതിനെ എതിർക്കുന്നുണ്ട്, ചില ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതെല്ലാം അവിടെ ഇരിക്കട്ടെ. പക്ഷെ ഫേസ്ബുക്കിൽ ഇന്നൊരു കുറിപ്പ് കണ്ട് അത് എന്നെ ഭയങ്കര ഒരു അട്രാക്ഷൻ കൊടുത്ത് ഭയങ്കര ഒരു ഇതാക്കിയിട്ടാണ് അതെനിക്കൊരു കണ്ടത്. എന്തെന്നല്ല. അപ്പോൾ ഒന്നാമത്തത് ഞാൻ വായിക്കാം. 2026 തുടങ്ങുമ്പോൾ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ 2 പേരെ പരിചയപ്പെടാന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ കുറിപ്പുള്ളത്. ഒന്നാമത്തത്, നേരാവണ്ണം ഖുർആൻ പോലും ഓതാൻ അറിയാത്ത ഒരാൾ, സുബ്ഹാനല്ലാഹും അസ്തഗ്ഫിറുല്ലാഹും എപ്പോൾ പറയണം എന്ന് പോലും അറിയാത്ത ഒരാൾ, വെറും ഒരു മൊബൈൽ ഫോണും 10 മില്ലി തേനും കൊണ്ട് കോടികൾ ഉണ്ടാക്കിയ ആറ്റക്കോയ തങ്ങൾ എന്നറിഞ്ഞിട്ടാണ് അതിലൊരു കുറിപ്പുള്ളത്. അപ്പോൾ അതവിടെ നിൽക്കട്ട്, അതിനെപ്പറ്റി ഞാൻ പറയാം, ഒരു മിനിറ്റ്. രണ്ടാമത്തതിനെ വായിക്കുന്ന ഞാൻ 2-6 വർഷം മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിൽ നിന്നും ഒരു വരുമാനവും കിട്ടാഞ്ഞപ്പോൾ എങ്ങനെ വരുമാനമുണ്ടാക്കാമെന്ന് റിസർച്ച് നടത്തി. അവസാനം അതിന് ഏറ്റവും നല്ല മാർഗം മതം വിൽക്കൽ തന്നെയാണെന്ന് കണ്ടെത്തി മലപ്പുറത്ത് നിന്ന് മക്കയിലേക്ക് എല്ലാ പേപ്പറുകളും റെഡിയാക്കി ഹജ്ജിന് പോയി. ഇടയ്ക്ക് കറാമത്തുകൾ വരെ കാണിച്ചു മുന്നേറി. യൂട്യൂബിലൂടെ ഒരു മനുഷ്യായുസ് മുഴുവൻ ജീവിക്കാനുള്ള പണമുണ്ടാക്കിയ ഷിയാബ് ചേറ്റൂർ, 2 പേർക്കും അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ആ കുറിപ്പ് അവിടെ തുടങ്ങുന്നുള്ളത്. അതിൻ്റെ താഴെ ഒരുപാട് കമൻ്റ് ഉണ്ട്. കമൻ്റ് ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലല്ല, നിങ്ങൾ വരെ ഇതായി പോവും, അതൊന്നുമല്ല വിഷയം. അപ്പോൾ ഒന്നാമത്തെ ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ ആറ്റക്കോയ തങ്ങളെ പറ്റിയിട്ട് ഇങ്ങനത്തെ വാക്ക് പറഞ്ഞല്ലോ. നേരം വണ്ണം ഖുർആൻ ഓതുന്നില്ല, നേരം വണ്ണം എന്തുമില്ല, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിട്ട് 100 മില്ലി ഇത് വിറ്റിട്ട്, അല്ല 10 മില്ലി 10 തേനും കൊണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണോ? നമ്മളെ കേരളത്തിലെ ആറ്റക്കോയ തങ്ങളൊക്കെ അറിയാമെന്ന് ഞാൻ പറയുന്നത്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെ കേരളത്തിലെ മലയാളികളാണ് സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. അതിൻ്റെ താഴെ പ്രിയപ്പെട്ട ആറ്റക്കോയ തങ്ങൾ ലൈവിൽ വന്നിട്ടാകുമ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് ആളുകൾ, നിങ്ങൾ നോക്കി ഒന്ന് ചെക്ക് ചെയ്തോ, എത്ര ആൾക്കാർ ആറ്റക്കോയ തങ്ങൾ ലൈവിൽ വന്നിട്ടാകുമ്പോൾ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം. എന്തുകൊണ്ടാണത്? ആറ്റക്കോയ തങ്ങളുടെ ആ ലൈവിൻ്റെ താഴെ തങ്ങളെ ദുആ ചെയ്യണം, തങ്ങളെ ഞങ്ങൾക്ക് അത് ചെയ്യണം, പ്രാർത്ഥിക്കണം, ഞങ്ങൾക്കും വേണ്ടിയിട്ട്, ഭർത്താക്കന്മാർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, മക്കൾ നന്നാവാൻ പ്രാർത്ഥിക്കണം, കുട്ടികളെ കല്യാണത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ അതിൻ്റെ താഴെ ചാറ്റിങ്ങിലുണ്ടാകും. അപ്പോൾ ഈ ആറ്റക്കോയ തങ്ങൾ ചെയ്യുന്ന നല്ല കാര്യം ഉണ്ടത് കൊണ്ടല്ലേ ജനങ്ങൾ അങ്ങോട്ടേക്ക് സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. അല്ലെങ്കിൽ ആരും സപ്പോർട്ട് ചെയ്യുമോ? ആറ്റക്കോയ തങ്ങൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പണം ഉണ്ടാക്കുന്നു, മറ്റേ സൈഡ് കൂട്ടിയിട്ട് പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്നു. അത് നമ്മൾ കാണുന്നതാണ്. കാരണം ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട് ആറ്റക്കോയ തങ്ങൾ. ഒരുപാട് പേരെ കല്യാണം, എത്തി മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ട് ആറ്റക്കോയ തങ്ങൾ. അതല്ല ഞാനോ നിങ്ങളോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഉള്ളവരിൽ നിന്ന് വാങ്ങിയിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? അതിൽ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. ആറ്റക്കോയ തങ്ങൾ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നല്ല അവിടെ വിഷയമുള്ളത്. ആറ്റക്കോയ തങ്ങൾക്ക് 10 രൂപ കിട്ടുമ്പോൾ 5 രൂപ അവിടെ കൊടുക്കുന്നുണ്ട്.
അല്ലാണ്ട് ഞാനോ നിങ്ങളോ നമ്മൾ കുറേ കമൻ്റ് ഇട്ടത് കൊണ്ടോ കുറേ ഇതാക്കിയത് കൊണ്ടോ നമ്മൾക്ക് കൊണ്ട് ഒരാളെ കൊണ്ട് സഹായിക്കാൻ ഇങ്ങനെ വലിയതായിട്ട് സഹായിക്കാൻ പറ്റുന്നില്ല. സഹായിക്കുന്നുണ്ടാവും ചെറിയ രീതിയിൽ, പക്ഷെ വലിയ രീതിയിൽ നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നില്ല. അത് ആറ്റക്കോയ തങ്ങൾ ചെയ്യുന്നുണ്ട്. 10 രൂപ വാങ്ങിച്ചിട്ട് 5 രൂപ അവർ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ട്. അതാണ് തെളിവ് കാണുന്നില്ല. ആറ്റക്കോയത്ത് ഒരു സലാത്ത് മജ്ലിസ് നടത്തുമ്പോൾ അതിൽ എത്ര 1000 ജനങ്ങളാണ് തിങ്ങിക്കൂടുന്നുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്. ആറ്റക്കോയ തങ്ങൾ ഒരുപാട് സലാത്തുകൾ ചെല്ലുന്നുണ്ട്. ആ സലാത്ത് ചെല്ലിയതിൻ്റെ കൂലി മറ്റുള്ളവർക്ക് കിട്ടിയില്ലേ? പിന്നെ എന്തിനാണ് നമ്മൾ ആറ്റക്കോയ തങ്ങളെ കുറ്റപ്പെടുത്തുന്നുള്ള ആവശ്യം? നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്യുന്നവർ നമ്മളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ആറ്റക്കോയ തങ്ങൾ മതം വിറ്റിട്ട് ജീവിക്കുന്നത് തെറ്റ് തന്നെയാണ്, മറ്റേതാണ് എല്ലാം തെറ്റാണ്. പക്ഷെ ആറ്റക്കോയ ചെയ്യുന്ന ഈ നല്ല പ്രവൃത്തികൾ നമ്മൾ സപ്പോർട്ട് കൊടുക്കണം, അല്ലാണ്ട് വെറുതെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പിന്നെ രണ്ടാമത്തെ ആൾ നമ്മുടെ ഷിയാബ് ചേറ്റൂർ നടന്നും കൊണ്ട് ഹജ്ജിന് പോയി. ആ ഹജ്ജ് സ്വീകരിച്ചിനോ ഇല്ലയോ എന്ന് എനിക്കോ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റിയില്ല. അത് അള്ളാഹുവിനായിട്ടാണ് ഉള്ളത്. ഷിയാബ് ചേറ്റൂറും എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമ്മളെ ഇസ്ലാം എന്ത് പഠിപ്പിച്ചിട്ടുള്ളത് അവരവരായിട്ട് തീരുമാനിക്കും. നമ്മൾ എത്രത്തോളം അതിനെ എതിർക്കുന്നുണ്ടോ, നമ്മൾ എത്രത്തോളം വെറുക്കുന്നുണ്ടോ, നമ്മൾ എത്രത്തോളം ബാഡ് കമൻ്റ് ഇടുന്നുണ്ടോ, അതിൻ്റെ കുറ്റം നമ്മൾക്കാണ് കിട്ടുന്നുള്ളത്, അല്ലാണ്ട് ഷിയാബ് ചേറ്റൂറിനല്ല കിട്ടുന്നുള്ളത്. നമ്മൾ ഇസ്ലാമിൽ എന്ത് പഠിപ്പിച്ചിട്ടുള്ളത്? ഒരാളെ പിന്നിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും അവനെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ പറഞ്ഞാളെ കുറ്റങ്ങൾ മായ്ച്ചു കളയും, പക്ഷെ നമുക്ക് കൂടുതൽ കുറ്റം നമ്മക്കേ കിട്ടും. അപ്പോൾ ഇങ്ങനെ കമൻറ്റിലോട്ടിട്ട് എന്ത് കാര്യം? ഷിയാബ് ചേറ്റൂർ എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് തന്നെ പറയാം, നമ്മളെ കേരളത്തിൽ ഒരുപാട് ബയ്യാമാർ വന്നിട്ട് ജോലി ചെയ്യുന്നു. അവരിവിടുന്ന് പൈസ വാങ്ങിയിട്ട് അവർ നാട്ടിൽ പോയിട്ട് എൻജോയ് ചെയ്യുന്നു. അപ്പം നമ്മളെന്താക്കി? അവിടെ പോയിട്ട് നമ്മുടെ ഷിയാബ് ചേറ്റൂർ അവിടുന്ന് പൈസ വാങ്ങിയിട്ട് അത് കേരളത്തിലേക്ക് വന്നിട്ട് ഇതാക്കുന്നുണ്ടാവും എന്നല്ലേ പറയാൻ പറ്റും. ഷിയാബ് ചേറ്റൂർ തന്നെ ഇപ്പം ഇന്നാൾ ഞാനൊരു വീഡിയോ കണ്ട്, വലിയൊരു പണ്ഡിതനായിട്ട് അവിടെ ഇരുത്തിയിട്ട് ഷിയാബ് ചേറ്റൂറിനെ കൈ പിടിച്ച് മുത്താൻ വേണ്ടി നോക്കുമ്പോൾ ഷിയാബ് ചേറ്റൂർ തട്ടി മാറ്റുന്നുണ്ട്. ഷിയാബ് ചേറ്റൂർ ഏറ്റവും കൂടുതൽ എത്രയോ ആളുകൾക്ക് അവിടെ മുസ്ലിമായ ആളുകൾക്ക് ഇസ്ലാമിനെ പറ്റിയിട്ട് അറിയാത്ത ആൾക്ക് തന്നെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇവനിക്കൊന്നും അറിയുന്നില്ല, അങ്ങനെ ഇവൻ പഠിച്ചിട്ടെങ്കിലും അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? ഒരുപാട് കമൻ്റ് ഉണ്ട്. ഈ കമൻ്റെല്ലാം ഇല്ലേ, ഞാൻ വായിച്ചെങ്കിലില്ലേ അത്രത്തോളം കമൻ്റ് ഉണ്ട് ഈ വീഡിയോയിലേക്ക് വരുന്നത്. എന്തെല്ലാം കമൻ്റ്! ഈ കമൻ്റെല്ലാം ഇട്ടിട്ട് എന്തായി? ഇട്ട ആൾ തെറ്റുകാരനായി. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് നിങ്ങളൊരു ഈയുടെ ഒരു ബാഡ് കമൻ്റ് ഇട്ട്, ഈ കമൻ്റ് എന്നും അവിടെ ഉണ്ടാവും. ആ തെറ്റ് എത്ര ആളുകൾ കാണുന്നുണ്ട്, അതിൻ്റെ എല്ലാ കുറ്റങ്ങൾ കമൻ്റ് ഇട്ട ആളുകൾക്ക് എന്നെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ വിചാരിക്കണ്ട, നിങ്ങളൊരു കമൻ്റ് ഇട്ടിട്ടെങ്കിൽ അവിടെ കഴിഞ്ഞെന്ന് വിചാരിക്കണ്ട. നിങ്ങളൊരു ആളെ ചീത്ത പറഞ്ഞിട്ട് ഡയറക്റ്റ് ചീത്ത പറഞ്ഞിട്ടാകുമ്പോൾ അയാളായിട്ട് നമുക്ക് പൊരുത്തപ്പെടുത്തണമെങ്കിൽ അവിടെ കഴിഞ്ഞ് അവസാനിച്ച്. പക്ഷേ ഇതല്ല. ഇത് നമ്മളെ ഷിയാബ് ചേറ്റൂരിൻ്റെ ഫോട്ടോത്തിലാണെങ്കിലും നമ്മൾ അറ്റക്കോയ തങ്ങളുടെ ഇതിൻ്റെ താഴത്താണെങ്കിൽ കമൻ്റ് ഇട്ടെങ്കിൽ ആ കമൻ്റ് എന്നും അവിടെ ഇരിക്കും. അത് എത്ര ആളുകൾ വായിക്കുന്നു അത്രത്തോളം കുറ്റങ്ങളെ വന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ രണ്ടാൾക്കാർ എന്തിന് കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നാണ് ഞാൻ ചോദിക്കുന്നുള്ളത്. ഞാനീ അറ്റക്കോയ തങ്ങൾക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു അറ്റക്കോയ തങ്ങളുമായിട്ട് ഇതാക്കും. അതിൽ നമ്മുടെ വിടേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരാളും ചീത്ത പറയാൻ, ഒരാളിതാക്കാനുള്ള അർഹത നമുക്കില്ല. എല്ലാം പടച്ചോന്. ആര് തെറ്റ് ചെയ്തില്ല അവരും പടച്ചോനായിട്ട് തീർക്കും. അല്ലാണ്ട് ഈ കുറ്റം പറഞ്ഞിട്ടില്ല എന്ത് കാര്യമാണെന്നുള്ളത്. ആരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഷിയാബ് ചേറ്റൂറാണെങ്കിലും ആറ്റക്കോയ തങ്ങളെല്ലാം അവർ ചെയ്യുന്ന പ്രവൃത്തി അവർ ചെയ്തുകൊണ്ടിരിക്കട്ടെ. നമ്മൾ കുറ്റം പറയുന്നതിന് നമ്മളെ കൊണ്ട് ഒരാളെ സഹായിക്കാൻ പറ്റുമോ? വലിയ രീതിയിൽ കയ്യില്ല, ചെറിയ രീതിയിലെല്ലാം നമുക്ക് പറ്റും. ഇപ്പോൾ ഷിയാബ് ചേറ്റൂർ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ആറ്റക്കോയ ചെയ്യുന്നത് ഒരുപാട് വീഡിയോ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരാളും കുറ്റം പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. എന്നിരുന്നാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് വെച്ചിട്ട് പ്രാർത്ഥിക്കാം. അത്രേ പറയാനുള്ളൂ.